ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പിജീസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂട്ടുപുഴുക്കാണ്. അതിനുവേണ്ടി ചേന, കപ്പ, വാഴയ്ക്ക, ചേമ്പ് ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചേമ്പിൻ്റെ മുകൾ ഭാഗത്തുള്ള തൊലിയൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് മാറ്റാം. വലിയ കപ്പയാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. കപ്പയൊന്ന് നന്നായി ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം. ഒരു വലിയ ചേന എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. പുഴുക്കിന് നല്ലൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു 4 വാഴയ്ക്ക കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി കപ്പ, ചേമ്പ്, ചേനയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടണം. നല്ല വേവുള്ള ചേനയാണ് എടുത്തേക്കുന്നത്. അതും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റാം. വാഴയ്ക്കയും നടുവിലൂടെ 2 കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിയിടാം. ഇനി ഇതൊന്ന് നന്നായി കഴുകിയെടുക്കണം. അപ്പോൾ കൂട്ടുപുഴുക്കിനുള്ള എല്ലാ കഷ്ണങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നല്ലൊരു അടികനമുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൂട്ടുപുഴുക്കിനുള്ള ചേന, ചേമ്പ്, കപ്പ, വാഴയ്ക്കെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചേന, ചേമ്പൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ എല്ലാ വശത്തേക്കും ഒന്ന് പിടിക്കണം. ഇപ്പോൾ പുഴുക്കിൻ്റെ കൂട്ടെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ചേന, കപ്പയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. വാഴയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. വെള്ളം ഊറ്റിയിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ അരപ്പ് തയ്യാറാക്കണം. കൂട്ടുപുഴുക്കിലേക്കുള്ള അരപ്പ്. ഇതിനായി കുറച്ച് പച്ച മഞ്ഞൾ എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒതുക്കി ഇട്ടാൽ മതി. അധികം അരഞ്ഞ് പേസ്റ്റ് ആവരുത്. ചെറുതായിട്ടൊന്ന് ഒതുക്കി മാറ്റി വെക്കാം. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്.
ഇത് കൂട്ടുകുഴുക്കിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പാത്രം ഒന്ന് കുറച്ച് നേരം മൂടി വെക്കണം. അരപ്പൊക്കെ ഒന്ന് നന്നായി വെന്ത് വരണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് ഇളക്കി നമ്മുടെ കപ്പ ചേന ചേമ്പിലേക്കൊക്കെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് അരപ്പ് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുത്തിപ്പൊടിച്ച് കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും പിടിക്കട്ടെ. നല്ല പുഴുക്ക് രൂപത്തിലാക്കി ഇത് മാറ്റണം. അപ്പോൾ ഞാൻ ഏകദേശം നല്ല പുഴുക്ക് രൂപത്തിൽ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കൂട്ടുപുഴുക്കിലേക്ക് ഇത്തിരി എണ്ണ താളിച്ചു കൊടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇടുന്നുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് കൂട്ടുപുഴുക്കിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എണ്ണ താളിച്ചത് കൂട്ടി പുഴുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു ഇലയിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കൂട്ടുപുഴുക്ക് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും നന്നായി വെന്ത് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ കൂട്ടുപുഴുക്ക്. ഇതിലെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. കപ്പ, ചേന, ചേമ്പ് എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വീടുകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലോണം വന്നിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ഒരിത്തിരി ഇത് കഴിച്ചു നോക്കാം. ഇത് ഞാനിവിടെ കുറച്ച് കാന്താരി മുളക് അരച്ചതാണ്. കാന്താരിയും ചെറിയുള്ളി ഇട്ട് അരച്ചതാണ്. അത് കൂട്ടി നമുക്ക് ഒരിത്തിരി കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുപുഴുക്ക് സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. അപ്പം ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം.